ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ചയായിട്ട് ഗെയിമിൽ മെയിൻറ്റെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മെയിൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വരാനാണ് ചാൻസ് ഉള്ള ജസ്റ്റ് ഒന്ന് നോക്കാനാട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. പ്ലെയർ ഓഫ് ദിക്ക് എടുത്ത് കളഞ്ഞു പറഞ്ഞിട്ടില്ല. ബട്ട് പ്ലെയർ ഓഫ് ദിക്കിൻ്റെ പകരം ഇപ്പോൾ പ്ലെയർ ഓഫ് ദി ഡേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് കപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാ ദിവസത്തെയും ആ മാച്ചസിൽ കളിക്കുന്ന ബെസ്റ്റ് പ്ലേയേഴ്സിനെ ഒരു പാക്കായിട്ടാണ് അവരിപ്പോൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് മാച്ചിലെ സംതിങ് 6 വരെ ആയി. ഇന്നെന്തായാലും 6 വരും. അപ്പോൾ ഇപ്പോൾ 4 എടുക്കേണ്ടത് അറിയാലോ നമുക്ക്. വാൻഡേക്ക് ഉണ്ട്, ഉണ്ടാവുണ്ട്, അതുപോലെ തന്നെ ആഡം ഡയലോ ഉണ്ട്, പിന്നെ അയാറി ഉണ്ട് നമ്മുടെ സ്വീഡൻ്റെ, പിന്നെ നെമീച്ച, പിന്നെ ബീച്ച്. ഇതിൽ വാൻഡേക്ക് കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല സ്റ്റാറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ദിവസം ആൾ കമൻറ്റ് ഫ്രീ ട്രൈ ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിൽ. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ രണ്ടാമത്തേൽ വന്നിരിക്കുന്നത് നമ്മുടെ പെഡ്രി ഉണ്ട്, അതുപോലെ തന്നെ ലുക്കാക്കു, അറൂജോ, പിന്നെ അൽ അമിറി, ഔഷൂർ, പിന്നെ ചെസ്റ്റ്. ഓക്കെ, ഇത്രയും പ്ലേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അറൂജോ ഉണ്ടല്ലോ, അറൂജോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വംശജനാട്ടോ. ആളുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ വംശജമുള്ളതാണ്. അപ്പോൾ ലോകകപ്പിൽ നേടുന്ന ആദ്യം ഇന്ത്യൻ വംശജനായിട്ടാണ് ആൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിൽ ഫ്രാൻസിൽ 2006 ഏതൊരു പുള്ളി കളിച്ചിട്ടുണ്ട്. ആൾ ഗോൾ അടിച്ചുകൊണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ റോഹ് ഒരു ഇന്ത്യൻ വംശജനാണ്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ പെഡ്രിയുടെ പകരം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മളുടെ ഇവരെ കൊണ്ടുവരായിരുന്നു. ജോയി എന്താണ് ഗോൾ കീപ്പറുടെ പേര് മറന്നുപോയി, ഒസീനോ ആ ചങ്ങായിനെ കൊണ്ടുവരായിരുന്നു. പെഡ്രി മോശമായിട്ട് കളിച്ചു എന്നല്ല, പെഡ്രി നന്നായിട്ട് തന്നെ ബോൾ ഹോൾഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കളിച്ചു. പെഡ്രി ആയിക്കോട്ടെ, കുക്രേയ ആൾക്കൊന്നും കുറേ റയലിക്ക് വന്നപ്പോൾ എനിക്ക് ചാട്ടം കൂടിയോ സംശയം ഉണ്ടാവില്ല എനിക്ക്. അല്ല, ആൾ നന്നായി കളിച്ചു അതില്ല, അതുകൊണ്ട് പറയട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ വുസീനാണ് ഒന്നുകൂടി വരാൻ അർഹനായിരുന്നു. പിന്നെ ഈ പാക്കിൻ്റെ ഒരു പവർ കുറയും വെച്ചിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ലുക്കാക്കു വന്നിട്ട് ഇറങ്ങി 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഗോൾ അടിച്ച് കൂട്ടി. ഓക്കെ, അപ്പോൾ ചെങ്ങായിയുടെ ഉണ്ട്. പിന്നെ ജസ്റ്റ് നമ്മളുടെ ന്യൂസിലൻഡിൻ്റെ പ്ലെയറാണ്. സോ ന്യൂസിലൻഡിലെ പ്ലെയറും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ന് വരാൻ പോകുന്ന പാക്ക്. ഓക്കെ, സോ ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് മെസ്സി, എംബാപ്പെ, ഹാലൻഡ് ആണ്. സോ 3 പ്ലേയേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഹാലൻഡ് 2 ഗോൾ അടിച്ചു. ഫസ്റ്റത്തെ ഗോൾ കിട്ടില്ലായിരുന്നു, സ്ലൈഡ് ചെയ്ത് വന്നിട്ട് അടിച്ച്. രണ്ടാമത്തെ ഗോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഗോൾ കീപ്പർ അത് എന്ത് ഉദ്ദേശം മനസ്സിലാവില്ല. പന്ത് ഇങ്ങോട്ട് വരും വെച്ചിട്ട് അതാണ് പറയുന്നത്. എപ്പോഴും കളിക്കും പന്തിൻ്റെ അടുത്തേക്ക് പോകുക, അല്ലെങ്കിൽ പന്ത് നമ്മുടെ അടുത്തേക്ക് വരും പറഞ്ഞ് നിൽക്കരുത്. ആ ഒരു ഗോൾ കൊണ്ട് ആ കളി ഫുള്ളായിട്ട് ഇന്നലെ ഡിസ്ട്രോയ് ചെയ്ത്. അല്ലെങ്കിൽ ഒരു കട്ടയ്ക്ക് കളി വന്നായിരുന്നു അവിടെ ഇറാഖിയും നോർവേയും. അപ്പോൾ അങ്ങനെയാണ് ആ ഗോൾ വഴങ്ങിയത്. അപ്പോൾ ആ 2 ഗോള്. പിന്നെ എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്തു. എംബാപ്പയുടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, കിടിലൻ ഗോളായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ എംബാപ്പെ ഗോസ്റ്റ് ആയിരുന്നു സത്യം പറയാലോ. ഈ ഇവരെന്തായാലും ഒരു 70 വിളിച്ച് കഴിഞ്ഞാൽ ജാതി കളിയാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞടുത്ത ഫൈനലായിക്കോട്ടെ അതുവരെ ഒരു കളി ഉണ്ടായിരുന്നില്ല, അർജന്റീന ഇതായിരുന്നു. പിന്നെ എംബാപ്പെ അവിടെ നിന്ന് ഇളകി, പിന്നെ അവസാനം അടിച്ച് ബുക്കിലിട്ടു, വേറെ കാര്യം. അപ്പോൾ ഇന്നലെ സെനഗൽ ഫസ്റ്റ് ഹാഫ് വന്നേ തുടങ്ങി, അവസാനമായിപ്പിക്കും എംബാപ്പെ താണ്ടവാടി 2 ഗോളിട്ടു. ഒലീസ കിട്ടില്ല കളി, ഒരു രക്ഷയില്ല. പിന്നെ രാവിലെ മെസ്സി, എൻ്റെ പൊന്ന് മെസ്സി, എടാ ആ ചെങ്ങായിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല. നമ്മളിപ്പോൾ ലൈവിൽ ഫാൻ ഫൈറ്റ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ കൂടുതലുള്ളൂ. പക്ഷേ എന്താ അഴകില്ല കളി, ഒരു രക്ഷയില്ല. ചെങ്ങായി അങ്ങനെ ഹാട്രിക് അടിച്ചുകൊണ്ട് 16 ഗോളായി വേൾഡ് കപ്പിലത്തെ ഓൾ ടൈം ടോപ്പ് സ്കോറിൽ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ആയിരുന്നോണ്ട് ഒരു 20 ഗോളെങ്കിലും എത്തുന്നത്. കാരണം ഓപ്പോണൻസിനെ കുറച്ച് കാണല്ല, എന്നാലും നിലവിൽ അർജന്റീന ടീമിൽ വന്നിരിക്കുന്ന ഒരു കോർഡിനേഷൻ അത് ഈ വേൾഡ് കപ്പിലൊക്കെ അത് അൺബ്രേക്കബിളാണ്. അത് നിങ്ങളുടെ എത്ര സ്കോർ ഡെപ്ത് ഉണ്ടെന്നും എത്ര ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് അത്രയും നിൽക്കണം, പുണ്യം ചെയ്യണം എന്ന് പറയാലോ. അമ്മാതിരി സംഭവം ചെയ്തു വെച്ചിരിക്കണം ലയണൽ സ്കോളോനിയും പിള്ളേരും കൂടി. അപ്പോൾ ഞാൻ ബ്രസീൽ ഫാനാണ്, പക്ഷെ നമുക്ക് ഞാൻ പറയാറില്ലേ അർജന്റീന ടീം വേറെ ആ ഇതിലേക്ക് എത്തിക്കണു. ഓക്കെ, അത് കഴിഞ്ഞ വട്ടം തൊട്ടിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സിയുടെ ഹാട്രിക്ക് അത് 2 ബോക്സിൻ്റെ നിന്ന് ഒരു നമ്മുടെ മാക്കലസ്റ്ററിൻ്റെ ഷോട്ട് റീബൗണ്ട് വന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാട്രിക്ക് അടിച്ച് ടോപ്പായിരുന്നു. അപ്പോൾ ഈ കാർഡ്സാണ് ഇനിയിപ്പോൾ നാളെയൊക്കെ അണ്ണനിത് അടിച്ചിലേക്ക് തീർന്നു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടില്ല. അവള് റൊണാൾഡോ, മെസ്സി, അപ്പോൾ റൊണാൾഡോ ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് അണ്ണൻ ഗോൾ അടിച്ച് അണ്ണൻ നാളെ വരുന്നതാണ് പ്രതീക്ഷ. ഇനി പ്ലെയർ ഓഫ് ദി വരുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ പാക്കിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇനി നാളെ വരാൻ പോകുന്ന എപ്പിക് പാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര നാൾ വന്നായിരുന്നു. ഇറ്റലിയുടെ 2006 വന്നായിരുന്നു. അതുപോലെ തന്നെ 1994 നമ്മളുടെ ബ്രസീൽ ലോകകപ്പ് അടിച്ചില്ലേ, സോ അതിൻ്റെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് ഇവിടെ കുറേ റൂമേഴ്സ് ഉണ്ട്. ഒരെണ്ണം അവിടെ ഫ്രാൻസ് 2018 അടിച്ചതിൻ്റെയാണ്.
സോ അതിൽ 3 പ്ലേസ് കാണിച്ചിരിക്കുന്നത് ഒരു നമ്മുടെ കിലിയൻ എംബാപ്പയാണ്. സോ എംബാപ്പയുടെ അറ്റാക്കിങ് സർജ് പ്ലസ് ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലുള്ള ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നത്. ഇതൊക്കെ റൂമർ കേട്ടോ, ഇത് ജസ്റ്റ് റൂമർ പോലെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ പോൾ പോഗ്ബ ഫിനോൽ പാസ് പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിങ് എപ്പിക് കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ റാഫേൽ വരാനേ ഓക്കെ, ഫ്രാൻസ് 2018 കേട്ടോ. അപ്പോൾ ആൾ ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീ ടാക്കിൾ. സോ ഒരെണ്ണം ഇതാണ് റൂമറായി കിടക്കുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ സ്പെയിൻ 2010-ലെയാണ്. സോ അതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആൻഡ്രി ഇനിയസ്റ്റയുടെ ഫിനോൽ പാസ് പ്ലസ് മാച്ച് ഫീച്ച് പറഞ്ഞ സ്കില്ലുള്ള ഒരു കാർഡ് വരാൻ ചാൻസ് ബിഗ് ടൈമാണിത്. അതുപോലെ തന്നെ സെർജിയോ റാമോസിൻ്റെ ഷട്ട് ഡൗൺ പ്ലസ് ലോങ് റീ ടാക്ക് പറഞ്ഞ ഒരു സ്കില്ലുള്ള ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡേവിഡ് വില മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് അറ്റാക്കിങ് സെർജ് പറഞ്ഞ സ്കില്ലുള്ള കാർഡും വരാൻ ചാൻസ് ഉണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 2014 ജർമ്മനിയുടെ ഓക്കെ, സോ ജർമ്മനി അന്ന് കപ്പടിച്ച് സിവരുടെ ഒരു ബാക്ക് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. സോ ഇതിൽ നമ്മുടെ ബിഗ് ടൈം ആയിട്ട് ക്രൂസ് വരിക, ക്രൂസ് ഫിനോൽ പാസ് പ്ലസ് വിഷണറി പാസ് പറഞ്ഞ സ്കില്ലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ന്യൂയർ ഡയറക്റ്റിംഗ് ഡിഫൻസ് പ്ലസ് വിഷണറി പാസ്, ഒരു പാസിങ്ങിലും കില്ലാടിയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആൾ വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിലിപ്പ് ലാം എഡ്ജർ ക്രോസിംഗ് പ്ലസ് ഷാഡോ ഹണ്ട്. സോ ലാം റൈറ്റ് ബാക്ക് ആയിട്ടാണ് വരാൻ ചാൻസ്. അപ്പോൾ ഈ 3 കാർഡ്സാണ് ജർമ്മനിൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ 2006-ത്തെ ഒരു വേൾഡ് സ്റ്റാർസ് ആയിട്ട് നാഷണൽ സ്റ്റാർസ് വരാൻ പണ്ട് ചാൻസ് ഉണ്ട് 2006. അപ്പോൾ അതിൽ ആക്സിലേഷൻ ബൂസ്റ്റ് പ്ലസ് ബ്ലിറ്റ്സ് കേരളമായിട്ട് നമ്മുടെ ഡെൽപ്യൂറോയുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിയേര, ഇത് ശക്തമായ റൂമർ കേട്ടോ, കാരണം വിയേരയുടെ കാർഡ് ഇപ്പോൾ ഇറങ്ങും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിയേരയുടെ ഒരു ലോങ് റീ ടാക്കിൾ പ്ലസ് ഷാഡോ ഹണ്ട് പറഞ്ഞ ഒരു പാക്കും വരാൻ ചാൻസ് ഉണ്ട്, ഒരു എപ്പിക് കാർഡ് ഓക്കെ. പിന്നെ ഏരിയൽ ഫോർട്ട് പ്ലസ് ഫോർസസ് പറഞ്ഞിട്ട് നമ്മുടെ മെട്രസ്കർ ചെങ്ങായി ഓക്കെ, പേര് മനസ്സിലായില്ലേ, ചെങ്ങായിയുടെ ഒരു കാർഡും വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മറഡോണയുടെ കാലത്തെ നാഷണൽ സ്റ്റാർസ് 1986 കൊണ്ട് ഒരു റൂമർ കാണുന്നുണ്ട്. അത് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് മാച്ച് ഫീച്ച് നമ്മുടെ മറഡോണയുടെ കാർഡാണ്. പിന്നെ റൂമിനിങ്ങിൻ്റെ മാച്ച് ഫീച്ച് പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് കൊണ്ടൊരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. പിന്നെ പ്ലാറ്റിനയുടെ ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ഫിനോൽ പാസ്. സോ ഇത്രയാണ് നമുക്ക് റൂമറായിട്ട് മെയിനായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡീഗോ കോസ്റ്റയുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഡീഗോ കോസ്റ്റയുടെ ചിലപ്പോൾ ഇറക്കി വിട്ടുമെന്ന് വരാം, ആളുടെ ഒക്കെ ഡാറ്റാ ബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയ്മർ കുറേ കാലമായി കിടന്ന് കളിക്കണു, നെയ്മറിൻ്റെ എന്തായാലും വെഴുകാണ്ട് തന്നെ ഇറക്കി വിടുന്നതാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പാക്കാണ് വരാൻ ആഗ്രഹം എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ. വേറെ കാര്യമായിട്ടൊന്നും നാളേക്കില്ല, ജസ്റ്റ് ഒരു കണ്ടന്റ് വീഡിയോ പോലെ എടുക്കാൻ വെച്ചിട്ട് വന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയണത് നമ്മൾ സ്പോർട്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. നമ്മളതിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് ആണല്ലോ, ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങാൻ വെച്ചു. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കുറച്ച് വന്നു, ജലദോഷം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ടപ്പോൾ എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെക്കൻഡ് റൗണ്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ താഴെ കമൻറ്റ് വെച്ചുള്ളവർ ഫോളോ ചെയ്തോ. നമ്മുടെ ഫുട്ബോൾ കോണ ഇനി അതിലായിരിക്കും ഓക്കെ, ലൈവൊക്കെ വരാൻ നോക്കാം വാച്ചലോങ്ങൊക്കെ ആയിട്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യാൻ ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.